ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും അനിവാര്യമായ ഘടകമെന്ന് പറയുന്നത് സമാധാനമാണ്. ഹല്ലേലൂയ, സമാധാനമാണ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ലോകത്തിലെങ്ങും നമുക്ക് കാണാൻ കഴിയുന്നത് ഒറ്റ കാര്യമാണ്, സമാധാനമില്ല. ഹല്ലേലൂയ, ദൈവിക സമാധാനം. ഹല്ലേലൂയ, ആമേൻ. ആഗ്രഹിക്കുന്നവരുണ്ട്, പലർക്കും പറയാനൊന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ, എനിക്ക് സമാധാനമില്ല, 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 നാളെ എന്താകും അറിയത്തില്ല, സാമ്പത്തിക പ്രതിസന്ധി അവൻ വലിയൊരു ഭാരമാ, കുഞ്ഞുങ്ങളുടെ ഭാവി വലിയൊരു ഭാരമാ, നാളത്തെ എൻ്റെ മുന്നോട്ടുള്ള ജീവിതം വലിയൊരു ഭാരമാ, എനിക്ക് പ്രായമായി കഴിയുമ്പോൾ ആരെന്നെ നോക്ക്, ഇതൊക്കെ ഓർത്ത് സമാധാനമില്ലാതിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ചുമ്മാതെ സമാധാനം പോകുന്നവരുണ്ട്, കാരണത്തോടെ സമാധാനം പോകുന്നവരുണ്ട്. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ പറയാം, നമ്മുടെ ആവശ്യത്തെ അറിയുന്ന ഒരുവൻ അവൻ ഈ 2024 നമുക്ക് നൽകാൻ ഹല്ലേലൂയ ഒരു വാഗ്ദത്തം. ഹല്ലേലൂയ, ആമേൻ. ഫിലിപ്പിയർക്ക് ലേഖനത്തിലേക്ക് വരാം. 4-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് എടുത്തൊരാൾ വേഗത്തിൽ വാക്യം വായിക്കാമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം എടുത്തൊരാൾ വേഗത്തിൽ വായിച്ച. ഫിലിപ്പിയർ 4-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അതെ, ഹല്ലേലൂയ. ആ ഭാഗത്ത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയോട് പറയുന്ന അവൻ ഒരു ദൂത്, ഒരു വചനം ഇങ്ങനെയാണ്. അവൻ അത് ആ മെസ്സേജിന്റെ അല്ലെങ്കിൽ ആ ലേഖനത്തിന്റെ കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗമാണ്. ഹല്ലേലൂയ. ആ ലേഖനം എഴുതി അവസാനിപ്പിക്കുന്നതിന് മുന്നേ അവൻ പരിശുദ്ധാത്മാവിൽ അവൻ പൗലോസ് അവൻ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുകയാണ്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. അവൻ രണ്ട് വിധത്തിൽ, രണ്ട് മേഖലയ്ക്കകത്താണ് പ്രധാനമായും മനുഷ്യന് സമാധാനം പോകുന്നത്. ഒന്ന് അവൻ ഹൃദയത്തിന്റെ സമാധാനം പോകുക, പിന്നെ ചിന്തയ്ക്കകത്ത്. രണ്ട് ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ അവൻ ഹല്ലേലൂയ നോർമൽ സാഹചര്യങ്ങളുടെ പിരിമുറുക്കങ്ങൾ കൊണ്ട് സമാധാനം പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. അവൻ അകാരണമായി ഇന്ന് ഹല്ലേലൂയ നല്ല രീതിയിൽ നടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ചിലരുണ്ട് ചുമ്മാ പാലത്തിൽ കയറുന്നതിന് മുമ്പ് അവൻ ഇങ്ങനെ ചിന്തിക്കും, എങ്ങാനും ഈ പാലം തകർന്നു വീണാലോ. ചിന്തിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഹല്ലേലൂയ. എങ്ങാനും അവൻ ചുമ്മാ ചിന്തിക്കുക, അവൻ എങ്ങാനും ഈ പാലം തകരാൻ ഒരു ചാൻസും ഇല്ല. ഈ മനുഷ്യന് കൂടി പോയാൽ ഒരു 60-65 കിലോ വെച്ചോ. ഹല്ലേലൂയ. അവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആന ആ പാലത്തിലൂടെ കയറി പോയതാണെങ്കിൽ പോലും ഈ മനുഷ്യൻ ഇങ്ങനെ വിചാരിക്കും, ഹല്ലേലൂയ, അവൻ എങ്ങാനും ഈ പാലം തകർന്നു പോയാലോ. ആ മനുഷ്യന്റെ സമാധാനം നശിക്കാതെ മതി എന്ന് വെച്ചാൽ കാരണമില്ലാത്ത കാര്യം കൊണ്ട് സമാധാനത്തെ കളഞ്ഞു വിളിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അതാണ് നിനവുകൾ, ചിന്തകൾ. ചുമ്മാതെ ഇരുന്ന് ചിന്തിക്കും. എന്നാ ചിന്തിച്ചാലോട്ട് അവർക്ക് സമാധാനം വരുവോ? അതുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സ്വർഗത്തിന് പറയാനൊന്നുണ്ട്. ഈ 2024 ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോൾ ജീവിതത്തിനകത്ത് സമാധാനത്തെ എടുത്തു കളയാനൊക്കെ വണ്ണം വെല്ലുവിളിച്ച് നിൽക്കുന്ന, മനുഷ്യന്റെ സമനില തെറ്റുന്നത്, മനുഷ്യന്റെ സന്തോഷം പോയി പോകുന്നത്, മനുഷ്യന്റെ ഹല്ലേലൂയ അവൻ ഹൃദയവും ശരീരവും ഒരുപോലെ രോഗത്തിലേക്ക് അവൻ ഹല്ലേലൂയ വഴുതി മാറാനുള്ള കാരണം സമാധാനം നഷ്ടപ്പെടുന്നതാണ്. ഹല്ലേലൂയ. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന വചനം ഇങ്ങനെയാണ്. അവൻ സ്വർഗം ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ദൈവിക സമാധാനത്തിൽ കാക്കും. ഹല്ലേലൂയ. 2024 GGM ഫാമിലിക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ ഒരു ദൂത്, അതിന്റെ പ്രവേശനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു ദൂത് സ്വർഗം പറയുക, നിങ്ങളെ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കാൻ പോകുക. ഹല്ലേലൂയ. അവൻ ഹൃദയങ്ങളെ നിനവുകളെ നാളെയെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്നവരുണ്ടാകാം. നാളെ എന്താകും, അവൻ അടുത്ത ദിവസം എന്താകും എന്നാലോചിച്ച് ഭാരപ്പെടുന്നവരുണ്ടാകും. പക്ഷെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന് പറയാനൊന്നുണ്ട്. ഒരു സമാധാനത്തോടെ മുൻപിലോട്ട് പോകത്തക്കവണ്ണം സ്വർഗം നമ്മുടെ മേൽ അവന്റെ സമാധാനം, സ്വർഗീയ സമാധാനത്തെ നമുക്ക് വേണ്ടി അയക്കാൻ പോവുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ പുതിയ വർഷത്തിൽ അയ്യോ മാർച്ചാകുക, ലോണ് വരിക, ആമൻ ലോണിന് ആമൻ ജപ്തിക്ക് നോട്ടീസ് വരിക, ആമൻ ഹല്ലേലൂയ. ആമൻ ചിലർ ചിന്തിക്കുന്ന അങ്ങനെയാ, കുഞ്ഞുങ്ങളുടെ പഠനം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വളർച്ച, പലവിധമായ വിഷയങ്ങൾ നമ്മുടെ സമാധാനത്തെ കെടുത്തുമ്പോൾ സ്വർഗത്തിന് പറയാനൊന്നുണ്ട്. വിഷയങ്ങൾ പലത് മാറി മാറി വരിക, കാലാവസ്ഥ മാറി മറിയ, സാഹചര്യങ്ങൾ മാറി മറിയ, ചുറ്റിലും നിൽക്കുന്ന മുഖങ്ങൾ മാറി മറിയ. പക്ഷെ മാറാത്തവനായി നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരുവൻ ഇന്ന് രാത്രികാലം ആമേൻ നമുക്ക് വേണ്ടി പറയുന്ന ഒരു വാക്യമുണ്ട്. ആമേൻ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ആമേൻ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഹല്ലേലൂയ. അത് ലോകം തരുന്നത് പോലെയല്ല, ലോകം തരുന്നത് പോലെയല്ല, ലോകം തരുന്നത് പോലെയല്ല. ഞാൻ എൻ്റെ സമാധാനത്തെ നിങ്ങൾക്ക് തന്നിട്ട് പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാല സമാധാനമില്ലാത്തതുപോലെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ മുൻപിൽ എന്താകുക, നാളെ എന്താകുക, എൻ്റെ ജീവിതം എന്താകുക, എൻ്റെ സാഹചര്യം കഷ്ടതയിലാണല്ലോ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്ന് ഭാരപ്പെടുന്ന ആരേലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധമായി പറയാനൊന്നുണ്ട്. സ്വർഗ്ഗമാ സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് തരിക. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഈ മെസ്സേജ് രണ്ട് വാക്യം ഞാൻ ഇന്നാ ശരിക്കും പറഞ്ഞാൽ രണ്ട് വാക്യവും തമ്മിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടിമുട്ടിച്ചു തന്നെ. രണ്ട് വാക്യങ്ങൾ രണ്ട് സമയങ്ങളിലായി എൻ്റെ ഹൃദയത്തിനകത്തോട്ട് പരിശുദ്ധാത്മാവ് ഭാഗ്യ വചനങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിലേക്ക് ഒരു മെസ്സേജ് കിട്ടിയാൽ ചിലപ്പോൾ ഒരു വർഷം വരെ എൻ്റെ കയ്യിൽ അതിങ്ങനെ ഇരിക്കും. ഹല്ലേലൂയ. എന്നാണോ അത് ഡെലിവറി, എന്നാണോ അത് ആമേൻ കൊടുക്കേണ്ട ആ ദിവസം ആകുമ്പോഴേ അത് കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് പറയത്തുള്ളൂ. അതുവരെ ഞാനിങ്ങനെ ഭൂതം നിധി കാക്കുന്ന പോലെ ഇങ്ങനെ കൊണ്ട് നടക്കും ഇതിനെ. ഹല്ലേലൂയ. ആ വചനത്തെ ഇങ്ങനെ കൊണ്ട് നടക്കുക. ഇന്ന് ആമേൻ ഹല്ലേലൂയ വചനം ആമേൻ ഒരു വചനം ചിന്തിച്ചു, ആ വചനം എടുക്കാമെന്ന് ചിന്തിച്ച് ആമേൻ അതിനു വേണ്ടി ഇതിനകത്തുനിന്ന് ഇപ്പം ഞാൻ പറഞ്ഞ വചനത്തിനകത്തുനിന്ന് രണ്ട് വാക്യങ്ങൾ ഒരെണ്ണം ചിന്തിച്ച് ഞാൻ 4-5 ദിവസമായി അതിനെ മനസ്സിലിട്ട് അതൊരു മെസ്സേജ് ആക്കി എടുത്തു വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ ഇന്ന് ആമേൻ അതിനു വേണ്ടി ചെയ്ത സമയത്ത് വേറൊരെണ്ണം ഇതുമായി കണക്ട് ചെയ്തൊരു വചനം നേരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ബുദ്ധിക്ക് അത് ഇട്ടേക്കുക. ഹല്ലേലൂയ. അതാ ഈ വാക്യം ഞാൻ വായിച്ചത്. എന്താ വായിച്ചേ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവം. ഈ രണ്ട് വാക്യവും എൻ്റെ ബൈബിളിൻ്റെ ബാക്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഓരോന്ന് മെസ്സേജ് ഓരോ പ്രസംഗം എടുത്തു കഴിയുമ്പോൾ ഞാൻ ടിക്ക് ചെയ്ത് മാറ്റും. എന്നിട്ട് ബാക്കിയുള്ളത് അവിടെ ഇട്ടേക്കും. ഇനിയും കൊണ്ട് പെൻഡിങ് ആയിട്ടുള്ള കുറച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞു വന്ന പരിശുദ്ധ ഇത് രണ്ടും കൂടെ ഒറ്റ ദൂത ഒരുമിച്ച് അങ്ങ് പറഞ്ഞു തരുന്നു. ഹല്ലേലൂയ. എന്ന് ചിന്തിച്ചേ, അവൻ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ആമേൻ ഹല്ലേലൂയ നമ്മളെ ആമേൻ നമ്മുടെ നിലവുകളെയും നമ്മുടെ ഹൃദയങ്ങളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ ദൂത്. അവൻ ഈ സമാധാനം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആമേൻ മീറ്റിംഗ് ഈ സെക്ഷൻ ക്ലോസ് ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. 26-ന്റെ 3-ാമത്തെ വാക്യം ഒന്ന് എടുത്തൊരാൾ വേഗത്തിൽ വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം ആമേൻ അതിന്റെ 3-ാമത്തെ വാക്യം അല്ലെ ഒന്ന് എടുത്തൊരാൾ വേഗത്തിൽ വായിച്ചേ. ആമേൻ മതി. ഹല്ലേലൂയ. ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഹല്ലേലൂയ. റിക്വസ്റ്റ് ആണ്, എൻ്റെ സൗണ്ട് ഇത്രയേ ഉള്ളൂ, മാക്സിമം ആണ്. ഇതിനിടയ്ക്ക് കുറച്ച് ആമേൻ ഇടയ്ക്ക് നമ്മൾ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ കക്ക രണ്ടും സൗണ്ടൊക്കെ വരും. അഡ്ജസ്റ്റ് ചെയ്തോ, വേറെ വഴിയില്ല. നോർമലി കൂളായിട്ട് ഞാൻ പോകാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. എനിക്ക് അവിടെ ചെന്നിട്ട് ഇതുപോലെങ്കിലും സംസാരിക്കണം. അതുകൊണ്ട് ആ ഭാഗത്ത് ആമേൻ അവിടെ ഇങ്ങനെ പറയുന്നേ, ആമേൻ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ആമേൻ. നമ്മൾ നേരത്തെ വായിച്ച വാക്യം എന്താണ്? ഹല്ലേലൂയ. എന്താ വാക്യം? ഒന്ന് പറഞ്ഞേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ അവിടെ നമ്മൾ എന്താ വായിച്ചത്? ഒന്ന് പറഞ്ഞേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അങ്ങനെയല്ല വായിച്ചേ?
ഹല്ലേലൂയ. ഈ വാക്യം ഒന്ന് ഒരുമിച്ച് പറയുക. സകല ബുദ്ധിയെയും കവിയുന്ന മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള സമാധാനമാ. ഹല്ലേലൂയ. സമാധാനം ഏറ്റവും അത്യാവശ്യം. അവൻ ആ ഭാഗത്ത് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ആയിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് വരുന്ന വിഷയങ്ങളെ കണ്ടിട്ട് ഇവൻ ഒന്നേ ആത്മഹത്യ ചെയ്യും, അല്ലേ നാട് വിട്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് തരുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരുവനെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എത്രയോ പ്രശ്നങ്ങൾ അവൻ പലതവണ നിങ്ങളെ മുക്കിക്കളയുവാൻ തക്കവണ്ണം വിരോധമായി വന്നപ്പോൾ അതിനൊന്നും വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, ഇപ്പോഴും നിങ്ങൾക്കറിയില്ല നിങ്ങൾ ആ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്തതെന്ന്. ഇപ്പോഴും നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ആ സാഹചര്യങ്ങൾക്കകത്ത് എങ്ങനെ പിടിച്ചു നിന്നെന്ന്. ഹല്ലേലൂയ. എന്താ കാര്യമെന്നറിയാമോ? അന്ന് സ്വർഗം നിങ്ങളെ കണ്ടതുകൊണ്ട് പലരും 1,00,000 രൂപ കടബാധ്യതയ്ക്ക് അവൻ തൂങ്ങാൻ കയറെടുക്കുമ്പോൾ അതിന്റെ മധ്യത്തിലും വിട്ടുകളയാതെ എന്നെയും നിങ്ങളെന്തെയും നിർത്തിയത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ആ കർത്താവിന്റെ കൃപയാ, ആ കർത്താവിന്റെ ദയ, ആ കർത്താവിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ വന്നതുകൊണ്ട് ഇന്ന് രാത്രികാല ആമേൻ ഹല്ലേലൂയ പലരും നോക്കിയിരുന്നതാ. പക്ഷെ ഇനി മുതൽ അങ്ങോട്ട് കടന്നു വരാൻ പോകുന്നത് അവരൊക്കെ നോക്കി നിൽക്കുമ്പോൾ അവരൊക്കെ കടന്നുപോയ അതേ പ്രശ്നത്തിന്റെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾക്ക് പറയാൻ ഒന്നുണ്ടാകും. പ്രശ്നമില്ലാഞ്ഞിട്ടല്ല ബ്രദറെ, പ്രശ്നമില്ലാഞ്ഞിട്ടല്ല സിസ്റ്ററെ, ഹല്ലേലൂയ. പക്ഷെ അതിന്റെ നടുവിൽ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ചിന്തകളെ സമാധാനത്തിൽ കാക്കും ഒരുവൻ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഇന്നത്തെ തിരമാല, ഇന്നത്തെ പ്രശ്നം, ഇന്നത്തെ പ്രതികൂലം എന്നെ തകർക്കത്തില്ല. നീയാകുന്ന പടകിനെ മുക്കിക്കളയുവാൻ തക്കവണ്ണം പിശാചി വെല്ലുവിളിക്കുമ്പോൾ തകർത്തു പോകാതെ, തകർന്നു വീഴാതെ നിന്നെ കരുതുവാൻ, നിന്നെ താങ്ങുവാൻ, നിന്നെ നയിക്കുവാൻ ഒരുവൻ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാര്യം ഇന്ന് രാത്രികാലം കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവിൽ പറയാനൊന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3 വാക്യം അവിടെ ഇങ്ങനെ വായിച്ചത്: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ ദൈവത്തിങ്കൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് പൂർണ്ണ സമാധാനം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. പൂർണ്ണ സമാധാനം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ഒരു ലൈഫല്ല നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുന്നേ. പ്രശ്നങ്ങൾ വരും. ഹല്ലേലൂയ. ഇപ്പോൾ പറയും, സിസ്റ്റർ ഓൾറെഡി പ്രശ്നം വന്നാൽ സമാധാനം പോകത്തില്ലേ? ഹല്ലേലൂയ. പോകത്തില്ലേ? പോകണം. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പറയും, ആമേൻ, എൻ്റെ മൈൻഡ് കർത്താവിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട് ഈ പ്രശ്നത്തിന് എന്നെ കുലുക്കാനൊക്കത്തില്ല. എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിൽ സ്ഥിരമായിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലെ പടകുകൾ നാടിയാലും, ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ എന്നെ വലച്ചാലും, ഈ ലോകത്തിലെ തീച്ചൂള എനിക്ക് വിരോധമായി 7 മടങ്ങായി കത്തി ഉയർന്നാലും, ഈ ലോകത്തിന്റെ രേഖകൾ എനിക്ക് വിരോധമായി എഴുതപ്പെട്ടാൽ, ഈ ലോകത്തിന്റെ സകല പ്രശ്നങ്ങൾ എനിക്ക് മുൻപിൽ ഒരുപോലെ എഴുന്നേറ്റ് നിന്നാൽ ഞാൻ അതിൽ ഭയപ്പെടത്തില്ല. കാരണം എന്നെ സൂക്ഷിക്കുവാൻ ഞാൻ ആശ്രയിക്കുന്ന എന്റെ പാറ, എന്റെ ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ഉറങ്ങാത്തവർ മാത്രം ഒന്ന് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കാണാൻ പറ്റിയില്ല ഉറങ്ങിയവരാരെങ്കിലും ഉണ്ടോന്ന്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആമേൻ. സ്ഥിരമാനസൻ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതിങ്ങനെ പറയുക, ആമേൻ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചതുകൊണ്ട് നീ അവനെ സമാധാനത്തോടെ കാക്കുമെന്നാണോ? പൂർണ്ണ സമാധാനത്തിൽ. ഹല്ലേലൂയ. സമാധാനം നഷ്ടപ്പെട്ട് എത്ര ദിവസമായി? ഹല്ലേലൂയ. ശരിക്കും ഉറങ്ങിയിട്ട് എത്ര ദിവസമായി? ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി?
ഹല്ലേലൂയ. കർത്താവ് പറയുക, സാഹചര്യം മാറി മറിയുമായിരിക്കാം, പക്ഷെ ദൈവത്തിൽ ആമേൻ സ്ഥിരതയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിന്റെ സമാധാനത്തെ എടുക്കുക, നിന്റെ സന്തോഷത്തെ കെടുത്ത ആമേൻ പിശാചിന് കഴിയത്തില്ല. നിനക്ക് പ്രശ്നം ഇല്ലാഞ്ഞിട്ടല്ലെന്നേ, നിനക്ക് ബാധ്യത ഇല്ലാഞ്ഞിട്ടല്ല, നിനക്ക് സങ്കടം ഇല്ലാഞ്ഞിട്ടല്ല, നിനക്ക് വേദന ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിന്റെ നടുവിൽ നിനക്കൊരു ഉറപ്പുണ്ട്. നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവം, നീ ആരുടെ വിളി കേട്ടിറങ്ങിയോ ആ ദൈവം വിശ്വസ്തനാകൊണ്ട് ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ തളർന്നു പോക ആ സ്വർഗം അനുവദിക്കത്തില്ലെന്നുള്ളൊരു ഉറപ്പ്. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്ഥിര മാനസൻ, എനിക്ക് ആ വേർഡ് ഭയങ്കര ഇഷ്ടമാണ്. സ്ഥിരമാനസൻ. പൂർണ്ണ സമാധാനം വേണേ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോവുക. നമുക്ക് ആമേൻ ആരാധനയ്ക്ക് ചെന്നിരിക്കുമ്പോൾ എന്തോ ഒരു സമാധാനം. ആരാധനയ്ക്കകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള സമാധാനം ബലൂണിൽ നിന്ന് കാറ്റൊഴിച്ച് വിട്ടതുപോലെ ശൂന്നൊരു പോക്ക. ഹല്ലേലൂയ. അതെങ്ങോട്ട് പോയെന്ന് ചാടി പിടിച്ചു നോക്കണം, എവിടെ പോയി ആ സമാധാനം എന്നറിയണമെങ്കിൽ. ഹല്ലേലൂയ. ആ സമാധാനത്തെ അല്ല പൂർണ്ണ സമാധാനം എന്ന് പറയുന്നേ. ഹല്ലേലൂയ. ഇവിടെ വരിക. സിസ്റ്ററെ, നിങ്ങൾ ബാധ്യതയിലാണോ? കർത്താവ് നിങ്ങളെ അവൻ വിടുവിക്കാൻ പോകുക. സിസ്റ്ററെ, നിങ്ങൾ രോഗിയാണോ? നിങ്ങളെ യേശു സൗഖ്യമാക്കാൻ പോകുന്നു. സിസ്റ്ററെ, നിങ്ങളുടെ തലമുറയെ മാനിക്കാൻ പോകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ വിശ്വാസം വർദ്ധിക്കുക. ഇങ്ങനെ ഇരുന്ന ബലൂണ് വീർത്ത് 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 ഹല്ലേലൂയ അവസാനം തുള്ളിച്ചാടി എയറിൽ നിന്ന് ആരാധിക്കുക. അവൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ ഈ ഡോറ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കൊള്ളാം, ആരാധന കൊള്ളാം, നന്നായിരിക്കുന്നു. കാമ്പൗണ്ട് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പിശാച് ചോദിക്കും, എന്ത് കണ്ടിട്ട് ആശ്വസിച്ച് പോകുന്നേ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ശരിയാണല്ലോ, ഞാൻ എന്ത് കണ്ടിട്ട് ആശ്വസിക്കുന്നേ? കാറ്റിങ്ങനെ ചോരാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. വീട്ടിൽ ചെല്ലുമ്പോൾ പഴയ മതി. ഹല്ലേലൂയ. എന്താ കാര്യം? ഇവിടെ നിറങ്ങിയപ്പോൾ സമാധാനം അതിൻ്റെ വഴിക്ക് പോയി. ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, സിസ്റ്ററെ, ആരാധനയ്ക്ക് വരുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്തൊരു ഉത്സാഹമെന്നറിയാമോ, പക്ഷെ സമയം കഴിയുമ്പോൾ ഈ ഉത്സാഹവും ഈ പ്രാർത്ഥനയും വീട്ടിൽ ചെന്ന് കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ ചെന്ന് കയറുമ്പോൾ സങ്കടം, വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വേദന. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധമ്മ പറയുക, ഹല്ലേലൂയ, ദൈവത്തിൽ സ്ഥിരതയോടെ ആശ്രയിക്കുവാൻ തക്കവണ്ണം ചിലതിനെ സ്വർഗം ഒരുക്കാൻ പോകുക ഇതിനകത്തുനിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നം വന്നാലും നീ പറയാ, നീ കളിക്ക, ഞാൻ നോക്കട്ടെ, എനിക്ക് വേണ്ടി ഒരുവനുണ്ട്, നിനക്കൊരു ടൈമുണ്ട്, അതിനപ്പുറത്ത് എന്നെ വലയ്ക്കാൻ നിനക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. രോഗം വരുമ്പോ നീ പറയാ, രോഗം കൊണ്ടുവാ, കിടന്നാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുക, നിനക്കെന്നെ ഒതുക്കാൻ പറ്റത്തില്ല. പ്രശ്നം കൊണ്ട് വരുമ്പോ നീ പറയൂ, നീ തീച്ചൂള ഒരുക്കിക്കോ, ഐ ഹാവ് നോ പ്രോബ്ലം, കാരണം എന്നോട് കൂടെ യേശു ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചിലതിനെ ജയിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥിരതയുള്ളവരായി തീരണം. ഹല്ലേലൂയ. സ്ഥിരതയുള്ളവരായി തീരണം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ സ്ഥിരതയുള്ളവരാകണം. നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ, ഏതിലാ സ്ഥിരതയുള്ളവരാകേണ്ടേ? ഹല്ലേലൂയ. ദൈവവുമായുള്ള ബന്ധത്തിനകത്ത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഈ അപ്പനും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത്, ബന്ധത്തിനകത്ത്, ഹല്ലേലൂയ, എത്ര പ്രശ്നങ്ങൾ വന്നാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും, ഇവർ പരസ്പരം കത്തിയെടുത്തും കൊണ്ട് നിന്നാൽ പോലും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മോനായിരിക്കും കത്തിയെടുത്തോണ്ട് നിൽക്കുന്നേ, ഇതേ മോൻ കത്തിയും വാലും ചുരുട്ടി മടക്കി വെച്ചിട്ട് അപ്പൻ്റെ അടുത്ത് പോയി നിൽക്കും. ഹല്ലേലൂയ. കാര്യം അതെന്തെന്നറിയാമോ? ആമേൻ. പുറമെ പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ആകമേയുള്ള ബന്ധം അത് രക്തബന്ധമെന്ന് പറയുക. നിന്നെ വിളിച്ചിറക്കിയവനും നീയുമായിട്ടുള്ളത് ഒരു സാധാരണ ബന്ധമല്ല, അത് രക്തബന്ധമാണ്. ഹല്ലേലൂയ. ആമേൻ. പഴയ നിയമ കാലഘട്ടം പോലെ പോലുമല്ല. ആമേൻ. സ്വന്തം രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ ഒഴുക്കിയവൻ പിതാവിനോടുള്ള സമത്വത്തെ മുറുകെ പിടിക്കാതെ ആമേൻ സ്വർഗ്ഗ സിംഹാസനം വെടിഞ്ഞ് ആമേൻ മാനവ രാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആമേൻ ഭൂലോകത്തിലേക്ക് ഇറങ്ങി വന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി ആമേൻ കാൽവരി ക്രൂശിൽ മരിച്ചവൻ അവിടെ ചൊരിഞ്ഞ രക്തത്തിന്റെ ഉടമ്പടിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാനുഷിക ബന്ധവും ആമേൻ യേശു നമ്മളോടുള്ള ബന്ധം ഞാൻ പറഞ്ഞതാ, ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. ഈ ബന്ധത്തിനകത്ത് നമ്മൾ വിട്ടുപോകരുത്. ഏതിലാ സ്ഥിരത കാണിക്കേണ്ടേ?
ദൈവമുള്ള ബന്ധത്തിനകത്ത് സ്ഥിരത കാണിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ എങ്ങനാ ഈ സ്ഥിരത കാണിക്കാൻ പറ്റുന്നേ? ഹല്ലേലൂയ. എങ്ങനെ സ്ഥിരതയുണ്ടോന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ഞാൻ 3 കാര്യങ്ങൾ, ഇതിനകത്ത് ഒത്തിരി പോയിന്റുകളുണ്ട്, 3 കാര്യങ്ങളെ മാത്രം പറഞ്ഞ് ഞാൻ വേഗത്തിൽ ക്ലോസ് ചെയ്യും. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ദൈവവുമായിട്ടുള്ള കർത്താവിൻ്റെ രക്ഷയിലേക്ക് വരുമ്പോൾ നമ്മളുണ്ടാകുന്ന ഒരു കാര്യം പ്രാർത്ഥന എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ഉണ്ടാകും? ഉറക്കം വരാത്തവരൊന്ന് ഉറക്ക കർത്താവിനെ സ്തുതിച്ചേ. പകുതി പേർക്ക് ഉറക്കം വന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ സൗണ്ട് ഇല്ല. ഞാൻ ഈ ചുമച്ച് നിൽക്കുന്നെങ്കിൽ ഈ മൈക്ക് മാറ്റിയാൽ നിങ്ങൾ എല്ലാവരുടെ ഹല്ലേലൂയ പറഞ്ഞാൽ എൻ്റെ ഹല്ലേലൂയുടെ കൂടെ എത്തത്തില്ല. നിങ്ങൾ മോശമാ. ഹല്ലേലൂയ. ഇപ്പോഴാണ് റെഡി ആയത്. ഓക്കെ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ. സ്ഥിര മാനസനെന്നാ നമ്മൾ പറഞ്ഞു. എന്തിനാ സ്ഥിരത കാണിക്കേണ്ടേ? ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് നമ്മൾ എന്ത് കാണിക്കണം? സ്ഥിരത കാണിക്കണം. ദൈവവുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് ദൈവത്തോടുള്ള ബന്ധത്തെ പ്രകടമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അന്ന് വരെ പ്രാർത്ഥന ഇല്ലാതിരുന്ന വ്യക്തി അന്ന് മുതൽ പ്രാർത്ഥിക്കും. ആണോ ഇല്ലയോ? ആണ്. നിങ്ങൾ ഒന്നുമില്ലേലും അന്ന് വരെ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിലും അന്ന് അഭിഷേകം പ്രാപിച്ചതിൻ്റെ അന്ന് ഉറപ്പായും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ഇനി അഭിഷേകത്തിന്റെ അടുത്ത തലം ഇരട്ടി പങ്ക് പ്രാപിച്ചു, അന്ന് ഉറപ്പായും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ഇല്ലേ? ആണല്ലോ. ഞാൻ പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? ഇല്ല. കാരണം അങ്ങനാണ്. ഞാനും അതിലൂടെ കടന്നു വന്ന ആളാ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന കൂടെ നിന്നോണ്ടാ പറഞ്ഞേ. ഓക്കെ, ഹല്ലേലൂയ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കും. ഒന്നോക്കേ, അപ്പം നമ്മൾ ദൈവമായിട്ടൊരു ബന്ധം വന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കണം. ദൈവമായിട്ടുള്ള ബന്ധം നമ്മൾ വെളിപ്പെടുത്താൻ നമ്മൾ കാണിക്കുന്ന നിലനിർത്തുന്ന സമയത്ത് ഹല്ലേലൂയ സ്ഥിരത കാണിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കണം. ഹല്ലേലൂയ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആദ്യം 1 മണിക്കൂർ, നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അറിയത്തുള്ളൂ. 1 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുണ്ടാകാം, അർദ്ധരാത്രി 12 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്നവരുണ്ടാകാം, രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുണ്ടാകാം, ദിവസം 3 നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുണ്ടാകാം. ഇല്ലേ? ഉണ്ട്. ഇതിനകത്ത് പല തവണ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുണ്ട്. ഇന്നും അതേ പ്രാർത്ഥന തുടരുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? താങ്ക് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുക എന്നാ പറയുന്നേ. ഓക്കെ, ഇനി ചില വ്യക്തികളുണ്ട്, ചിലരുണ്ട് ശരിക്കും പ്രാർത്ഥിക്കും, ശരിക്കും പ്രാർത്ഥന സ്ഥിരതയോടെ നിൽക്കും. പക്ഷേ ചില പ്രശ്നങ്ങൾ, ചിലർ പറയാം, സിസ്റ്ററെ പ്രാർത്ഥന നിന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. അല്ല. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ പ്രാർത്ഥന കുറഞ്ഞത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ സാഹചര്യം അതായത് കൊണ്ടാണ് പ്രാർത്ഥന കുറഞ്ഞത് എന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ പറയുന്ന സാഹചര്യം എന്താ? സന്തോഷത്തോടെ നടന്നപ്പോൾ ഒരു ദിവസം ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അതിൽ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്നൊരു ചിന്ത, ഒരു തോന്നൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം കുറവാ. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ചിന്തിച്ചേ, സാഹചര്യം മാറുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരിക, അത് സ്ഥിരതയാണോ? ഇല്ല. സ്ഥിരത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ടോർച്ച് അടിക്കുക എന്ന് വെച്ചോ, ആ പ്രകാശം അതേ ഇൻറ്റൻസ്, അതേ തീവ്രതയോടെ അങ്ങേ ചുവരിൽ എത്തുന്നുണ്ടെങ്കിൽ അതിനെ അസ്ഥിരത എന്ന് പറയുന്നേ. ഇനി വേറൊരു എക്സാമ്പിൾ, ഞാൻ ഇവിടെ വെച്ചൊരു ബോള്, ഫിസിക്സ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാം. ഒരു ബോള് നിലത്ത് ഇവിടെ വെച്ചേക്കുക. ഈ ബോളിനെ ഞാൻ എൻ്റെ കാല് കൊണ്ടൊന്ന് കിക്ക് ചെയ്യുക, ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിവിടുക. ഇവിടുന്ന് തട്ടുന്ന ബോള് അങ്ങേയറ്റം വരെ ഞാൻ ഇവിടുന്ന് തട്ടുന്ന അതേ സ്പീഡിൽ പോയാൽ, ഒരേ സ്പീഡിൽ പോയാൽ, ഇവിടുന്ന് എൻ്റെ തട്ട് കൊണ്ട ആ സമയം മുതൽ അങ്ങേയറ്റം എന്ന ലക്ഷ്യസ്ഥാനം വരെ ഒരേ സ്പീഡിൽ പോയാൽ അതിന് പറയുന്ന പേര് സ്ഥിരത. ഈ ചില ബോളുകളുണ്ട്, ഇത് പകുതി ദൂരം പോകുമ്പോൾ ഇതിനങ്ങ് തോന്നും ഇവിടെ അങ്ങ് നിന്നേക്കാമെന്ന്. ഹല്ലേലൂയ. ഇതിങ്ങനെ കുറേ ദൂരം ഇങ്ങനെ ഓടിയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഓടും. അതിനെ സ്ഥിരത എന്നല്ല പറയുന്നത്. ഹല്ലേലൂയ. സ്ഥിരത എന്ന് പറഞ്ഞാൽ തുടക്കം
തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ സ്പീഡിൽ പോകണം. ഹല്ലേലൂയ. വഴിയിൽ നിന്ന് ആര് തടഞ്ഞാലും പറയണം പോടാ, എനിക്ക് അങ്ങറ്റം വരെ ഒരേ സ്പീഡിൽ പോകേണ്ടതാ. ഹല്ലേലൂയ. വഴിയിൽ നിൽക്കുന്നവർ പറയും നില്ല് നില്ല് നില്ല്, നിന്റെ പ്രാർത്ഥന ശരിയല്ല, നിന്റെ ആരാധന ശരിയല്ല, ഒന്ന് നില്ല്. അപ്പൊ നിങ്ങൾ പറയും നീ പോ. എനിക്ക് നിന്നെ സോറി എന്റെ പ്രാർത്ഥന തടയാൻ നിനക്ക് പറ്റത്തില്ല, എനിക്ക് അങ്ങറ്റം വരെ ഒരേ സ്പീഡിൽ പോവേണ്ടതാ. അങ്ങനെ പോയ സ്ഥിരത. ഹല്ലേലൂയ. കാരണം പ്രാർത്ഥിക്കാൻ ദൈവമുള്ള ബന്ധത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ഥിരതയെ തടസ്സപ്പെടുത്തുവാൻ ഒരു ബോളിന്റെ ഹല്ലേലൂയ ആക്കത്തെ വേഗതയെ തടസ്സപ്പെടുത്തുവാൻ ഭൂഗുരുത്വം ശ്രമിക്കുന്നത് പോലെ പൈശാചിക മണ്ഡലങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിൽ ഹൃദയം സ്ഥിരമായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ആ വ്യക്തി അതിനകത്ത് തളർന്നു പോകാതെ അവൻ സ്ഥിരതയോടെ നിൽക്കുവാനിടയായിത്തീരും. നിങ്ങൾ ചോദിക്കും സിസ്റ്ററെ, ഇസ് ഇറ്റ് പോസിബിൾ? നടക്കുന്ന കാര്യമാണോ? യെസ്, ഓഫ് കോഴ്സ്. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ദാനിയേൽ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, വേദപുസ്തകത്തിനകത്ത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അവൻ 6-ാമത്തെ അധ്യായത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു, ആ മനുഷ്യന്റെ പ്രാർത്ഥനയെ തന്നെ പൂട്ടിക്കെട്ടുവാൻ തക്കവണ്ണം കുറച്ച് പേർ ചേർന്ന് ഒരു രേഖ എഴുതിയുണ്ടാക്കി. ഹല്ലേലൂയ. അവൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആദ്യം മുതലേ ശ്രദ്ധിച്ച ഇദ്ദേഹം പറയും, ദൈവത്തെ വിട്ട് ഒരു പരിപാടി എനിക്കില്ല. നെബൂഖദ്നേസർ പറഞ്ഞു, ഇടാ നല്ല ഫുഡ് തരാമടാ. ഹല്ലേലൂയ. ദാനിയേൽ പറഞ്ഞു, നോ വേ. ഹല്ലേലൂയ. ഫുഡ് കാണിച്ചിട്ട് എന്നെ വീഴ്ത്താമെന്ന് നോക്കണ്ട. നമ്മളാണേ അവിടെ വീണേനെ. ഹല്ലേലൂയ. ആമേൻ. നല്ല ഫുഡ് തരാം. ഞാൻ എൻ്റെ മേശപ്പുറത്തുള്ള ഏറ്റവും മേത്തരമായ വീഞ്ഞ് നിന്റെ ഗ്ലാസ്സിലേക്ക് പകർന്നു തരാം. അദ്ദേഹം പറഞ്ഞു, നോവേ, എനിക്കത് വേണ്ട. ഹല്ലേലൂയ. ലോകത്തിലുള്ളത് ഒന്നും വേണ്ട. കർത്താവിനോട് കൂടെ നടക്കാൻ തുടങ്ങി. ദൈവം ദാനിയേലിനെ മാനിച്ചു, ദൈവം ദാനിയേലിനെ അനുഗ്രഹിച്ചു. രാജാവിൻ്റെ ഹല്ലേലൂയ അടുത്ത വ്യക്തിയായി ഹല്ലേലൂയ, അല്ലെങ്കിൽ അടുത്ത രാജ്യത്തിനകത്ത് രാജാവ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സിംഹാസനത്തിലേക്ക് തന്നെ ഇരുത്തുവാൻ പോകുമ്പോൾ കൂടെയുള്ള വ്യക്തികൾക്ക് മനസ്സിലായി ദാനിയേൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. ദാനിയേൽ അവർ നോക്കിയിട്ട് പറയും, എങ്ങനെയും ദാനിയേലിനെ വീഴ്ത്തണം. ഇവരെല്ലാം നോക്കി കർത്താവിനോട് കൂടെ വിശ്വസ്തയോടെ നടന്നതുകൊണ്ട് വചനം പറയുന്നു, ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവനിൽ ഒരു തെറ്റും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു. സോ ദാനിയേലിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ അവൻ മനുഷ്യർക്ക് കഴിഞ്ഞില്ല. കൂടെ ഉള്ളവർക്ക് കഴിഞ്ഞില്ല. അവർ നോക്കുമ്പോഴുണ്ട് ഇവനെ കുറ്റക്കാരനാക്കുവാൻ തക്കവണ്ണം ഒരു രേഖ ദാനിയേലിന് വിരോധമായി എഴുതി ഉണ്ടാക്കുക. ആദ്യം പിശാച് തൻ്റെ വഴിക്ക് നോർമൽ വഴിയിൽ നോക്കും, പിന്നെ നമുക്ക് വേണ്ടി മാത്രം കെണിയൊരുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദാനിയേലിന്റെ ജീവിതത്തിൽ നോക്കിയപ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥന തന്നെ ദാനിയേലിന് ആമേൻ ഹല്ലേലൂയ ആമേൻ കെണിയായിട്ട് അങ്ങ് ഒരുക്കി. ഇവർ പറയുക, പ്രാർത്ഥനയല്ലേ പ്രശ്നം, പ്രാർത്ഥന കൊണ്ടല്ലേ നീ മാനിക്കപ്പെടുന്നേ, പ്രാർത്ഥന കൊണ്ടല്ലേ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നേ, പ്രാർത്ഥന കൊണ്ടല്ലേ ആമേൻ അടിമയായി കിടക്കേണ്ടുന്നവർ ഇന്ന് രാജ്യത്തിൻ്റെ ഹല്ലേലൂയ അധികാരിയായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതേ പ്രാർത്ഥന വെച്ച് നിന്നെ ഒതുക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. ആമേൻ. രേഖ വന്നു, രാജാവിനോടല്ലാതെ 30 ദിവസത്തേക്ക് ലോകത്തിലെ മറ്റൊരു ദേവന്മാരോട് ഒരു ദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ദാനിയേൽ പറഞ്ഞു, നീ കാണിക്കുന്ന ഓരോ പാമ്പിനകത്തെ ആടാനെ ഞാൻ നീ ആരാധിക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നീ കാണിക്കുന്ന ഈ ഹല്ലേലൂയ രേഖയ്ക്ക്, നീ കാണിക്കുന്ന ഈ ഓരോ പാമ്പിനകത്ത് മുട്ടുകാല് വിറയ്ക്കാൻ അല്ലയോ പ്രഭുക്കന്മാരെ, നിങ്ങൾ ആരാധിക്കുന്നവനെ അല്ല ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. 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 പ്രാർത്ഥിച്ചില്ലെങ്കിൽ മണ്ണെണ്ണ തരത്തില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ റേഷൻ തരത്തില്ല, പ്രാർത്ഥിച്ചില്ലെങ്കിൽ വീട് തരത്തില്ല, ആട് തരത്തില്ല, കോഴി പ്രാർത്ഥിച്ച ഇതൊന്നും തരത്തില്ലെന്ന് പറയുന്നവരുണ്ടാകും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥനയെ നിർത്തിക്കളയുന്നവരുണ്ട്. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പാസ്റ്ററെ ചർച്ചിലോട്ട് വന്നാലേ വീട് കിട്ടത്തില്ല. ഹല്ലേലൂയ. പാസ്റ്റർ ചർച്ചിലോട്ട് വന്നാലേ വീട് റിപ്പയർ ചെയ്യാൻ കുറച്ച് ക്യാഷ് കിട്ടും, കുറച്ച് നാൾ അത് കിട്ടുന്നത് വരത്തേക്ക് പാസ്റ്റർ ശല്യപ്പെടുത്തരുത്.
അവർ കിട്ടുന്നത് വരത്തേക്കെന്ന് പറയുമ്പോൾ ബാക്കി ഞാൻ ആഡ് ചെയ്താ. പാസ്റ്റർ ശല്യപ്പെടുത്തരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. റേഷൻ കാർഡിൽ ആമേൻ, അല്ലെ വില്ലേജ് ഓഫീസിൽ ആമേൻ പേപ്പറുകൾക്ക് പോകുമ്പോൾ അവർ ലേബൽ ചോദിക്കുക, പാസ്റ്ററെ അതുവരത്തേക്ക്. ഓ, ഈ ചുരുങ്ങിയ വർഷത്തിനകത്ത് എത്രയോ പേരുടെ ആമേൻ വാക്കുകളാണ് ഇങ്ങനെ കേട്ടിരിക്കുന്നതെന്ന് അറിയാവോ? നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ എനിക്ക് ഓർമ്മയേ ഇല്ല. നിങ്ങൾ അങ്ങനെ എന്നെ നോക്കി കണ്ണുരുട്ടണ്ട സിസ്റ്റർ. എന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല, സീരിയസ് ആയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്ന ലോകത്തിൻ്റെ ഒന്നിൻ്റെ മുൻപിലും അവൻ വിശ്വാസത്തെ വിട്ടുകളയാതെ സ്ഥിരതയോടെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നീയും ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് മുറുകെ പിടിച്ച് നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ ലോകത്തിൻ്റെ ഓലപ്പാമ്പുമായിട്ട് നെബൂഖദ്നേസർ വരിക, ലോകത്തിൻ്റെ ഓലപ്പാമ്പുമായിട്ട് ദാര്യാവേശമാര് വരിക. പക്ഷെ ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയാം, അതിന്റെ നടുവിൽ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥിരതയോടെ കർത്താവിനോട് കൂടെ ചേർന്ന് നിന്നപ്പോഴുണ്ടല്ലോ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി സ്ഥിരതയോടെ നിന്ന 3 വ്യക്തികൾ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, കർത്താവിന്റെ പ്രാർത്ഥനയുമായി ബന്ധത്തിനകത്ത് സ്ഥിരതയോടെ നിന്ന വ്യക്തിയാ ദാനിയേൽ. ഹല്ലേലൂയ, ആമേൻ. സിംഹങ്ങളുടെ കുഴിയിൽ തന്നെ ഇട്ട് കളഞ്ഞപ്പോഴും വചനം പറയുന്നു അവൻ സിംഹങ്ങളുടെ വായെ ദൈവം അടച്ചു കളഞ്ഞു. എന്താ കാര്യം? പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന നിർത്താൻ സിംഹക്കുഴിക്കകത്തോട്ട് ഹല്ലേലൂയ ദാനിയേലിനെ തള്ളിയപ്പോ സിംഹങ്ങളുടെ രാജാതിരാജാവ് യഹൂദ ഗോത്രത്തിന്റെ സിംഹ, ദാവീദ് ഗോത്രത്തിന്റെ അവൻ സിംഹ അതിനകത്തോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എടാ എന്നെ താണ്ടി എന്റെ കൊച്ചനെ തൊടാൻ ഒരെണ്ണം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വാടാ. ഹല്ലേലൂയ. ഇത് കർത്താവും അവരുമായിട്ടുള്ള അവൻ പോരാട്ടവാ. പലപ്പോഴും നമ്മൾ ആ ബന്ധത്തിനകത്ത് നമ്മൾ തളർന്നു പോവുക. ഹല്ലേലൂയ. നമ്മൾ ക്ഷീണിച്ചു പോവുക. അവൻ ശത്രുവിൻ്റെ ഓലപ്പാമ്പ് കാണുമ്പോൾ നമ്മൾ പറയോ ഇനി 1 മാസത്തെ കാര്യമുള്ളൂ സിസ്റ്ററെ. ആ 1 മാസം അവൻ പ്രാർത്ഥിക്കാണ്ടിരുന്നാൽ എൻ്റെ ജീവിതകാലം മുഴുവനും പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. നീണ്ടകാലം പ്രാർത്ഥിക്കാം. ഈ 1 മാസം പ്രാർത്ഥിച്ചാൽ ജീവൻ പോകുക. 1 മാസം പ്രാർത്ഥിച്ചില്ലേ അടുത്ത 1 വർഷം പ്രാർത്ഥിക്കാനും ഒരു പ്രശ്നവുമില്ല. സ്ഥിരത, സ്ഥിരമാനസൻ പ്രാർത്ഥനയിൽ ദൈവമുള്ള ബന്ധത്തിനകത്ത് സ്ഥിരതയോടെ നിൽക്കുന്നവരുണ്ടോ? അവൻ സിംഹം നിനക്ക് വിരോധമായി അവൻ വായ് തുറന്ന് വന്നാൽ, വായ് പുലർന്ന് വന്നാൽ 2024 പ്രവേശിക്കുമ്പോൾ അവൻ ചില പ്രതികൂലങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം, ചില പ്രതിസന്ധികൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. നിന്നെ തകർക്കുവാൻ തക്കവണ്ണം നിനക്ക് മാത്രമെന്നോട് ശത്രുവായവൻ ചിലപ്പോൾ കെണി ഒരുക്കിയെന്നിരിക്കാം. പക്ഷെ ഇന്ന് രാത്രികാലം കർത്താവേ ഞാൻ സ്ഥിരതയുള്ളവനായി സ്ഥിരമാനസനായി കർത്താവിനോട് ചേർന്ന് നിൽക്കും എന്ന് പറയുന്നവരുണ്ടോ? ഇന്ന് രാത്രികാലം ഞാൻ ഉറപ്പോടെ പറയാം, നിന്നെ തകർക്കുക ലോകത്തിന്റെ സിംഹത്തിന് കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില നിയമങ്ങൾ നിന്നെ വിഴുങ്ങിക്കളയാൻ സിംഹത്തെ പോലെ വരുമായിരിക്കാം. അറിയാൻ വയ്യ മുമ്പോട്ടുള്ള നാളുകൾ എങ്ങനെയാണെന്ന് അവൻ സുവിശേഷത്തിൽ. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം പറയാം, അവൻ പ്രാർത്ഥന വിട്ടുകളയാതെ ദൈവമുള്ള ബന്ധത്തിനകത്തൊന്ന് വീണു പോകാതെ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരുണ്ടോ? നിർത്തുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച്. ഒരുവനുണ്ട്, ഒരുവനുണ്ട്, ഒരുവനുണ്ട് തനിക്ക് വേണ്ടി നിൽക്കുന്നവന് വേണ്ടി. ആമേൻ, ഹല്ലേലൂയ. ഇറങ്ങി വരുന്ന ഒരുവൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് ആമേൻ, ഹല്ലേലൂയ, ഏറ്റക്കുറച്ചിലുകൾ വരാതെ തന്നോട് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ ഇറങ്ങി വരുന്ന, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ അവർക്ക് വിടുതലിന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് യഹൂദ ഗോത്രത്തിന്റെ സിംഹമെന്ന. അവൻ ഇറങ്ങിയാൽ നിനക്ക് വിരോധമായി വരുന്ന സിംഹങ്ങളുടെ വായെ അവൻ അടച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഉറക്കം വരുന്നവരുണ്ടോ? പറഞ്ഞാൽ ഞാനൊരു ഗിഫ്റ്റ് തരാം. ഹല്ലേലൂയ. ഗിഫ്റ്റ് പുറകിൽ നിൽക്കുന്ന 2-3 നമ്മുടെ സഹോദരന്മാരത് പറഞ്ഞേച്ച് ഞാൻ ഇങ്ങോട്ട് വന്നേ. ആരേലും ഉറങ്ങുമെങ്കിൽ ഞാൻ അവരെ എഴുന്നേൽപ്പിച്ച് കൈ ഉയർത്തി നിർത്തുമെന്ന് പറഞ്ഞിട്ട്. ഹല്ലേലൂയ.
ചുമ്മാതെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ മൈൻഡ് ഔട്ട് ആയി പോവാതെ ഇതിനകത്ത് നിൽക്കാൻ വേണ്ടിയാ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, നിന്റെ പ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ നിന്റെ ജീവിതം ഇതോടെ തീർന്നു. ദാനിയേൽ പറഞ്ഞു, ഐ ഡോണ്ട് കെയർ ദാറ്റ്. ഞാനത് ശ്രദ്ധിക്കുന്നില്ല, ഞാനത് വിഷയമാക്കുന്നില്ല. എൻ്റെ ജീവനെയും എൻ്റെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വചനം പറയുന്നു, ആമേൻ, അവന് വിരോധമായി വായ് പിളർന്ന സിംഹത്തിൻ്റെ വായ്കളെ ദൈവം അടച്ചു കളഞ്ഞു. പിറ്റേന്ന് പ്രഭാതത്തിൽ രോമത്തിന് പോലും പോറലേൽക്കാത്ത മനുഷ്യനായി ദാര്യാവേശിൻ്റെ മറുപടി പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. നിന്നെ ചില പ്രശ്നത്തിനകത്തിട്ടേച്ച് നിന്റെ നാളെ എന്താകുമെന്ന്, നിന്റെ ഭാവി എന്താകുമെന്ന് നോക്കി പാർത്തിരിക്കുന്നവരുടെ മുൻപാകെ അവൻ രോമത്തിന് പോലും കേടുവരാതെ നിവർന്ന് നിന്ന് ഉത്തരം പറയാ. നാളെയും നിന്നെ നിർത്തുവാൻ സ്ഥിരതയുള്ള, വിശ്വസ്തതയുള്ള, ഉറപ്പുള്ള, പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. കേൾക്കുമ്പോൾ സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഇന്നും ഇന്നലെയും നാളെയും വരും അന്ത്യത്തോളം വാക്കുമാറാത്ത കർത്താവ്. ഹല്ലേലൂയ. കൂടെ കർത്താവിനൊരു കുഞ്ഞാഗ്രഹം, അവൻ സ്ഥിരതയോടെ എന്നിൽ ആശ്രയിക്കുന്നവരുണ്ടോ? സ്വർഗം ചോദിക്കുക, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഞാൻ നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. നിന്നെ തകർക്കാൻ ശത്രു വരുമായിരിക്കാം. നിന്റെ സമാധാനത്തെ, നിന്റെ ജീവനെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ തലമുറയെ, നിന്റെ സമ്പത്തിനെ ലക്ഷ്യം വെച്ച് ലോകത്തിൽ പലതും നിനക്ക് വിരോധമായി വരുമായിരിക്കാം. പക്ഷെ യാതൊന്നിനും നിന്നെ തകർത്ത് കളയാതെ വേണ്ട. നിനക്ക് ചുറ്റും ഒരു പർവ്വതം പോലെ മതിൽ തീർത്ത് നിന്നെ വിടുതലോടെ നിർത്തുവാൻ ശക്തനായ ഒരുവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അവൻ നമ്മളെ സന്ദർശിക്കാൻ പോവുക. നമ്മൾ വായിച്ച വാക്യം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഒന്നാമത് പറഞ്ഞു, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. 2024 എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കും. പാസ്റ്റർ പറയാം, പുതിയ തീരുമാനങ്ങളെടുത്തോ, പുതിയ തീരുമാനങ്ങളെടുത്തോ, പുതിയ തീരുമാനങ്ങളെടുത്തോ. അവൻ എടുക്കുന്ന തീരുമാനം ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളതല്ല, ആദ്യത്തെ ഒരു മാസത്തേക്കുള്ളതല്ല, 2024 ഡിസംബർ മാസത്തെ 31 തീയതി വരത്തേക്കുള്ളതാണെന്ന് ബോധ്യത്തോടെ എടുക്കണം. കാരണം ഇന്ന് കേൾക്കുന്ന വചനം എന്താ? സ്ഥിരമാനസൻ. സമാധാനം വേണോ? പൂർണ്ണ സമാധാനത്തോടെ നിൽക്കണോ? എന്ത് വേണം? സ്ഥിരമാനസനായിരിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ സ്ഥിരത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നമുക്ക് ഭയങ്കര സ്നേഹമാണ് കർത്താവിനോട്. ദാവീദിനെ അറിയാം നിങ്ങൾക്ക്, ദൈവത്തെ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. ഹല്ലേലൂയ. ദാവീദിന് ദൈവത്തോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. ദാവീദിനെ കുറിച്ച് വചനം പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ്. നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് കൂട്ടുകൂടുമ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകം എന്തുവാ നിങ്ങൾക്കറിയാവോ? സ്നേഹം. ഇറ്റ്സ് ഓക്കെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരു വ്യക്തിയുമായി കൂട്ടുകൂടുമ്പോൾ നമ്മുടെ ചിന്തകളും ആ വ്യക്തിയുടെ ചിന്തകളും ഏകദേശം ഒരേ ലെവലിൽ പോയാൽ മാത്രമേ നമുക്ക് അവരുമായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ കൂട്ടുകൂടാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കൂട്ടുകാർക്ക് നമ്മുടെ പിള്ളേർ പറയുന്ന ഒരു ഭാഷയുണ്ട്. എന്തുവാണ്? ചങ്ക് ഫ്രണ്ട്സ് എന്ന് പറയും. ചങ്ക് തുറന്നു കൊടുത്ത് സ്നേഹിക്കണോണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേ. ഇംഗ്ലീഷിലെ ചങ്കെന്നാണ് എഴുതുന്നത്. പോട്ട്. ഹല്ലേലൂയ, ആമേൻ. ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഉറക്കം വരുമോ? ഇല്ലല്ലോ. ഓക്കെ, ആമേൻ. ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ആ ഒരു റിലേഷൻ അല്ലെ, ഏറ്റവും ക്ലോസ് ആയിട്ട്. ദാവീദും ദൈവവുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദാവീദ് തൻ്റെ ഹൃദയം തുറന്ന് ദൈവത്തെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. വചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഊരിയാവിൻ്റെ കാര്യത്തിൽ അല്ലാതെ വേറൊന്നിലും അവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തില്ല. ഹല്ലേലൂയ. ഒറ്റ കാര്യത്തിൽ ദാവീദിന് തെറ്റി, പക്ഷെ ബാക്കി ആ കാര്യത്തിൽ പോലും ദാവീദ് ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞു. ഒരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി വന്ന് സോറി ആയിട്ട് അറിയാതെ പറ്റിപ്പോയതാ എന്ന് പറഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക്കലായി ചിരിച്ച് അവനോട് വേണ്ടി പോകത്തില്ലേ? ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ചെറിയ തെറ്റല്ല, ദാവീദിനെ ന്യായീകരിക്കാനൊക്കത്തില്ല. ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ തെറ്റ് തന്നെ സംഭവിച്ചത്.
പക്ഷെ ദാവീദ് ദൈവത്തിന്റെ സന്നിധി ചെന്നിരുന്നിട്ട് കർത്താവിനോട് സോറി പറയാ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ ആത്മാവിനെ എന്റെ മേൽ എടുത്തു കളയരുത് എന്ന് പറഞ്ഞ് നിരപ്പ് പ്രാപിക്കുക. ദാവീദ് ദൈവത്തെ സ്നേഹിച്ചു. ദാവീദ് ദൈവത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദാവീദിന്റെ സ്നേഹം സ്ഥിരതയുള്ളതായിരുന്നു. ദാവീദിന്റെ സ്നേഹം തുടങ്ങിയത് എവിടെ വെച്ചാ? കാട്ടിനകത്താന്ന് തുടങ്ങി. കാരണം വീട്ടിനകത്തുള്ളവർ പറഞ്ഞു, നിന്റെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ട. ആമേൻ, ഹല്ലേലൂയ. അമ്മ പറഞ്ഞു, അപ്പൻ പറഞ്ഞു, സഹോദരങ്ങൾ പറഞ്ഞു, നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, നിന്റെ സ്നേഹം സ്വീകരിക്കാനും ഞങ്ങൾക്ക് മനസ്സില്ല. ഇവന്റെ സ്നേഹത്തെയും റിജക്റ്റ് ചെയ്തു. ഇവനെ സ്നേഹിക്കുന്നതിൽ നിന്നും അവർ തങ്ങളെ തന്നെ വിലക്കി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദാവീദിന്റെ സ്നേഹത്തെ വീട്ടുകാർ നിരസിച്ചപ്പോ കാട്ടിനകത്ത് ചെന്നിരുന്ന ദാവീദ് പറയുക, എനിക്ക് സ്നേഹിക്കാൻ ലോകത്തിൽ ആരുമില്ല, അതുകൊണ്ട് എൻ്റെ സ്നേഹം മുഴുവനാ ഞാൻ ദൈവത്തിന് കൊടുക്കുക. ദാവീദ് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ സ്നേഹമൊക്കെ ആവശ്യം കഴിയുമ്പോൾ തീരുന്ന സ്നേഹം ഒത്തിരി പേർക്കും. ഹല്ലേലൂയ. ആവശ്യം കഴിയുമ്പോൾ സ്നേഹത്തിൻ്റെ ആ പീരീഡ് കഴിഞ്ഞു. ചിലരുണ്ട് ആവശ്യം എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ സമയത്ത് മാത്രം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നിങ്ങളാരും അങ്ങനെ അല്ല. അതുകൊണ്ടാണ് ഞാൻ നല്ല ധൈര്യമായിട്ട് പറയുന്നത്. ആമേൻ. പ്രശ്നം വരുമ്പോൾ പിന്നെ കറക്റ്റായിട്ട് പള്ളി കാണും, കറക്റ്റായിട്ട് ആരാധിക്കാൻ വരും, കറക്റ്റായിട്ട് പ്രാർത്ഥിക്കും, കറക്റ്റായിട്ട് കർത്താവിനെ അന്വേഷിക്കും. ഒന്നിനു പോലും ആമേൻ എന്താ പറയാ, ആമേൻ ഒരു ലേറ്റാകത്തില്ല, അത് മുടക്കം വരുത്തത്തില്ല. ഹല്ലേലൂയ. പ്രശ്നങ്ങളൊന്ന് സോൾവ് ആയി കഴിയുമ്പോൾ, സിസ്റ്ററെ കണ്ടില്ലല്ലോ, പക്ഷേ ഇന്ന് പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്താ പറ്റിയേ? ഹല്ലേലൂയ. വരാൻ കഴിഞ്ഞില്ല പക്ഷേ ആമേൻ, ചെറിയൊരു തലവേദനയായിരുന്നു, ഉണ്ടാക്കിയ തലവേദന. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ. എന്തേലും പറയണ്ടേ പാസ്റ്റർ വായടയ്ക്കാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അങ്ങനെ നല്ല പറഞ്ഞേ, നിങ്ങളാരും അങ്ങനെയല്ല, പുറത്തുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞേ. ഹല്ലേലൂയ. അവൻ ഇന്ന് വരാത്തവരുടെ കാര്യം അയ്യോ പറഞ്ഞേക്കല്ലേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ. ആ സമയം കഴിയുമ്പോൾ അവർ പറയും, ഓ ആവശ്യം കഴിഞ്ഞല്ലോ, ഇനി ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോയില്ലേലും വലിയ വിഷയമൊന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ന്യൂ ഇയറിൽ പ്രാർത്ഥിച്ചു, വിടുതലൊക്കെ കിട്ടി, ഇനി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വിഷയമില്ല, അതുകൊണ്ട് ഈ ന്യൂ ഇയർ പ്രേയറിന് പോകുന്നില്ല. ഹല്ലേലൂയ. ഇനി അടുത്ത വർഷം ആവശ്യം വരുമ്പോൾ പോകാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. പക്ഷെ ദാവീദിനൊന്ന് നോക്കിയേ. ദാവീദ് കാട്ടിനകത്തിരുന്ന് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ദൈവത്തെ അവൻ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞു. ദാവീദിന്റെ അവസ്ഥയെ ദൈവം കണ്ടു. ദാവീദിനെ തേടി ഒരു ദിവസം ഇശായിയുടെ വീട്ടിനകത്ത് അവൻ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. കാട്ടിനകത്തുനിന്ന് ആളയച്ച് ദാവീദിനെ വീട്ടിനകത്ത് കൊണ്ടുവന്നു. സഹോദരന്മാരുടെ നിന്ദിച്ചവരുടെ, മാറ്റി നിർത്തിയവരുടെ, തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ വെച്ച് ദാവീദിന്റെ തലമേൽ ദൈവം അഭിഷേകത്തെ പകർന്നു. പറഞ്ഞു, ഇസ്രായേലിന്റെ അടുത്ത രാജാവാ ഞാൻ നിന്നെ കണ്ടിരിക്കുക ദാവീദേ. കാട്ടിനകത്തുനിന്ന് വിളിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരുത്തുമ്പോൾ ദാവീദ് പറയുക, ആമേ, മറ്റൊന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. ഹൃദയം തുറന്ന് ആമൻ ദാവീദ് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ആമൻ സിംഹാസനത്തിന്റെ മഞ്ഞളിപ്പിൽ, സിംഹാസനത്തിന്റെ നിറത്തിൽ, സിംഹാസനത്തിന്റെ വലിപ്പത്തിൽ ദാവീദിന്റെ കണ്ണ് മഞ്ഞളിച്ചില്ല. ദാവീദ് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹാസനത്തിന്റെ വലിപ്പം ദാവീദിന് ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായിരുന്നില്ല. ഹല്ലേലൂയ. രാജാവിന്റെ അങ്കി ദാവീദിന് ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായിരുന്നില്ല. രാജാവിന്റെ പൊൻചെങ്കോ ദാവീദിന് ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായിരുന്നില്ല. അവനവന്റെ ഹൃദയത്തിലെ ആഴങ്ങൾക്കകത്തുനിന്ന് കർത്താവിനെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വചനം പറയുന്നു, ദൈവം ദാവീദിനെ ഹല്ലേലൂയ മാനിച്ചു. നിലനിൽക്കുന്ന അനുഗ്രഹത്തെ ദാവീദിന് കൊടുത്തു. സിംഹാസനത്തെ 40 കൊല്ലത്തേക്ക് ദാവീദിന് അങ്ങ് പതിച്ചു കൊടുത്തു കർത്താവ്.
ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം പ്രാപിച്ച അവൻ ദാവീദിന് വിരോധമായി സ്വന്തം മകൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, അപ്പനാണോ, വയസ്സായില്ലേ, ഭരിച്ചതൊക്കെ മതി, അങ്ങോട്ട് മാറിപ്പോക്കോ, ഞാൻ ഭരിക്കുക. ദൈവം പറഞ്ഞു, ചേടാ എൻ്റെ കൊച്ചന് വിരോധമായി എഴുന്നേക്കാൻ നീ ആരടാ, നീ അവൻ്റെ മോൻ തന്നെ ആയിരിക്കാം, പക്ഷെ ഞാൻ അനുവദിക്കാതെ അവൻ്റെ സിംഹാസനത്തിൽ നിന്നെ ദൃഷ്ടി പതിയരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നവന് വേണ്ടി ദൈവം ചിലത് ഒരുക്കുമ്പോൾ അതിന് വിരോധമായി ഏത് ശത്രു എഴുന്നേറ്റാൽ അതിന് നിന്നെ തൊടാൻ കഴിയാതെ വണ്ണം നിന്നെ നിർത്തുന്ന ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. ഓഹോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് പറയാ, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുക, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുക. ദൈവം പറയാ, ആരാ നിന്നെ ഓടിക്കാൻ ശ്രമിക്കുന്നേ, നീ ടെൻഷൻ അടിക്കണ്ടെന്നേ, നീ ഭാരപ്പെടണ്ടെന്നേ, നിന്നെ സമാധാനത്തിൽ കാക്കുവാൻ ഞാനിവിടെ ഉള്ളെടുത്തോളം നിന്നെ തകർക്കുവാൻ ശത്രുവിന് കഴിയത്തില്ല. കൂടുള്ളവർ ചോദിച്ചു, കൊന്നു കളഞ്ഞേക്കട്ടെ. ദാവീദ് പറഞ്ഞു, മിണ്ടണ്ട, സമയമാകുമ്പോൾ എൻ്റെ കയ്യിൽ തന്നെ വന്നോളൂ. ഹല്ലേലൂയ. സിംഹാസനം എൻ്റെ അടുത്ത് തന്നെ വന്നോളൂ. ദാവീദ് സിംഹാസനത്തിൻ്റെ പിന്നാലെ പോയില്ല, സിംഹാസനം ദാവീദിൻ്റെ പിന്നാലെ ആയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പലരും അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ഓട്ടത്തോട് ഓട്ട, എന്നിട്ട് പിടിക്കാൻ പറ്റിയെങ്കിൽ എന്ത് വേണം, കിട്ടുന്നുമില്ല, ഇതോട്ട് അടുക്കുന്നുമില്ല. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാ, കർത്താവുമായ ബന്ധത്തിനകത്ത് സ്ഥിരതയോടെ നിന്ന് നോക്ക. അവൻ ഈ കാണുന്ന സകല അനുഗ്രഹങ്ങളും നിന്റെ പിന്നാലെ വരും. പക്ഷെ ഒന്ന് ഓർമ്മിച്ചോണം, ഇതൊന്ന് നിന്റെ കണ്ണ് മഞ്ഞളിക്കുവാൻ ഇടവരുത്തരുത്, ഇതൊന്നും നിന്റെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ കാരണമാകരുത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ ഒരു സാധാരണ പഞ്ഞിനൂൽ അങ്കി ധരിച്ച് രാജാവിന്റെ വേഷം മാറ്റിവെച്ച് പെട്ടകത്തിന്റെ മുമ്പിലോട്ട് ദാവീദ് ഇറങ്ങിത്തിരിക്കുമ്പോ മീഖൽ ചോദിച്ചു, നാണമില്ലേ ദാവീദേ, നീ രാജാവല്ലയോ? ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, എന്റെ സ്നേഹത്തിന്റെ മുൻപിലെ എന്റെ സിംഹാസനം വലിയതല്ല. ഓ, ഞാൻ സ്നേഹിക്കുന്ന സിംഹാസനത്തെ അല്ല, ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ കർത്താവിനെയാ. കർത്താവിനെ സ്നേഹിക്കുന്നു, സ്ഥിരതയോടെ സ്നേഹിക്കുക. ഹല്ലേലൂയ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ കാണുമ്പോൾ ഈ സ്നേഹത്തിന് കുറവ് വരരുത്. ഹല്ലേലൂയ. ദാവീദിനെ പോലെ അങ്ങ് സ്നേഹിച്ചോണം, ദാനിയേലിനെ പോലെ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയൊന്നുണ്ട്, ആരാധിക്കുന്നതിൽ സ്ഥിരത വേണം. അതിഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക്, എനിക്കറിയാം. ഹല്ലേലൂയ. ആരെപ്പോലെന്നറിയാവോ? പൗലോസിനെ ശീലാസിനെ പോലെ ആരാധിക്കുന്നതിൽ. നമുക്കാണെങ്കിൽ ഒരു വയ്യായിക വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാധിക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. അയ്യോ സിസ്റ്ററെ, എന്തൊക്കെ വിഷയങ്ങളാണെന്നറിയാമോ? രാവിലെ മുതൽ ഓട്ടവാ, രാവിലെ മുതൽ തിരക്കാ. പൗലോസിനെ ശീലാസിനെ എടുത്ത് നോക്ക്, അടിക്കപ്പെട്ടത് കർത്താവിന് വേണ്ടി. ഓ, ബന്ധനസ്ഥരാക്കപ്പെട്ടത് കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി. ഹല്ലേലൂയ. എന്നിരുന്നാലും അർദ്ധരാത്രിക്ക് പ്രാർത്ഥനയുടെ സമയമായപ്പോൾ ഹല്ലേലൂയ അവരുടെ മൈൻഡിലൊരു അലാം കേട്ടു. പൗലോസേ, ആമേൻ, ശരീരത്തിൻ്റെ ബലഹീനത അവിടെ ഇരിക്കട്ടെ, എഴുന്നേക്ക്, ആരാധിക്കാൻ തുടങ്ങ്. ഓ, ഞായറാഴ്ച രാവിലെകൾ അലാറം കേൾക്കുന്ന മൈൻഡുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞായറാഴ്ചയാ സഹോദര, ഇന്ന് ഞായറാഴ്ചയാ സഹോദരി. ആമേൻ. സമയത്തിന് എഴുന്നേക്ക്, ചർച്ച സമയത്തിന് പോ എന്നല്ല കേൾക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്കാണെങ്കിൽ ഞായറാഴ്ച എന്നുള്ളത് ചിലർക്ക് ആമേൻ കലണ്ടറിൽ പോലും ഇല്ല. തലേ ദിവസം പാസ്റ്റർ വിളിക്കണം, സിസ്റ്ററെ നാളെ ഞായറാഴ്ചയാണ് കേട്ടോ. ആണല്ലേ പാസ്റ്റർ, എത്തിയേക്കാം. നിങ്ങളെ പാസ്റ്റർക്ക് അങ്ങനെ വിളിക്കാൻ സമയമില്ല, നിങ്ങൾക്കതറിയാം. ഹല്ലേലൂയ. എന്നാലും കൂടെയുള്ള ലീഡേഴ്സ് എങ്കിലും ഒരു 2 ആഴ്ചയിലൊരിക്കെങ്കിലും വിളിച്ചില്ലെങ്കിൽ പിന്നെ കാണൽ പാസ്റ്റർ തന്നെ വിളിക്കേണ്ടി വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആരാധനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. സാഹചര്യം മാറുമ്പോൾ, അവസ്ഥ മാറുമ്പോൾ, ആരോഗ്യത്തിന് ദോഷം വരുമ്പോൾ ആരാധന കുറഞ്ഞു പോകരുത്. എഴുന്നേറ്റിരിക്കാൻ കഴിയുമോ? ഓടി ആരാധനയ്ക്ക് വന്നിരുന്ന കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ.
ആമേൻ അതിൽ സ്ഥിരതയുള്ളവരാകുമ്പോൾ ആമേൻ ഏത് കാരാഗ്രഹത്തിനകത്തിട്ട് പൂട്ടുവാൻ പിശാച് നിനക്ക് വിരോധമായി പദ്ധതി ഒരുക്കിയാലും അതേ മണ്ഡലത്തിനകത്ത് സ്വർഗത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ തേടി ഇറങ്ങി വരും. ഹല്ലേലൂയ. ആരാധിക്കുന്നവർക്ക് വേണ്ടി ദൈവം അയക്കുന്ന വിടുതൽ ചെറുതല്ല. ഹല്ലേലൂയ. ആരാധിക്കുന്നവർക്ക് വേണ്ടി ആമേൻ ആ ദൈവം അയക്കുന്ന വിടുതൽ ചെറുതല്ല, അത് വലിയ വിടുതലാ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ആരാധിക്കാതിരിക്കാൻ വേണ്ടി പിശാച് നമ്മളെ നല്ല രീതിയിൽ പൂട്ടും. കാരണം പിശാചിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. ഈ ആരാധനയ്ക്ക് ഒരു പവറുണ്ട്. എന്തെന്നറിയാമോ? നിങ്ങളുടെ കാലിളകുമ്പോൾ പിശാചിൻ്റെ അടിസ്ഥാനം ഇളകും. ചിലതിൻ്റെ കാലങ്ങ് നിലത്ത് ആമത്തിലൊക്കെ ഇട്ട് പൂട്ടി വെച്ചേക്കുക. നിൽക്കുന്നിടത്തുനിന്ന് അനങ്ങിയേക്കരുതെന്ന. അനങ്ങിയാൽ നിന്റെ കെട്ടുപൊട്ടും. മേലാൽ അനങ്ങിപ്പോകരുത്. അവരെ എങ്ങനെ നോക്കിയിട്ടുണ്ട്, അനങ്ങിയിട്ടുണ്ട്. ബാക്കി ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളൊന്ന് അനങ്ങിയാൽ പിശാചിൻ്റെ അടിസ്ഥാനം അനങ്ങും. നിങ്ങൾക്കറിയാൻ വയ്യ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പം ആരാധിക്കുന്ന, നിങ്ങളോട് ആരോടും ആരാധിക്കുന്ന രീതി പറഞ്ഞു തരാറില്ല. ഇവിടെയൊക്കെ ചിലർ നൃത്തം ചെയ്തും തുള്ളിച്ചാടിയൊക്കെ ആരാധിക്കുന്ന സമയത്തെ ചിലർ പറയും ഇവർക്ക് മിണ്ടാ നിന്ന് ആരാധിക്കാൻ മേലെന്ന് പറയും. നിങ്ങൾക്ക് അറിയാവോ എങ്ങനെ ആരാധിക്കുന്നതെന്ന്? ദാവീദിനൊക്കെ കണ്ടു പഠിക്കുന്നേ, അങ്ങനെയൊക്കെ അങ്ങ് ആരാധിക്കണം. ഹല്ലേലൂയ. എങ്ങനെ ആരാധിക്കുന്നേ? 150 സങ്കീർത്തനത്തിനകത്തങ്ങ് ദാവീദ് തെളിഞ്ഞ് എഴുതി വെച്ചേക്കുക. തപ്പിനോടും നൃത്തത്തോടും കിന്നരത്തോടും കൂടെ അവൻ ദൈവത്തെ ആരാധിക്കണം. തപ്പും വരത്തില്ല, നൃത്തവും വരത്തില്ല, ആരാധനയും വരത്തില്ല. അവർ പറയും ഇട്ടോണ്ട് വന്ന ഷർട്ട് 3 ദിവസം കൂടെ ഇടാനുള്ളതാ, അതുകൊണ്ട് ചുളുങ്ങാൻ പാടില്ല, വേർക്കാൻ പാടില്ല. ഇട്ടോണ്ട് വന്ന ചുരിദാർ എല്ലാ ദിവസവും നനഞ്ഞ ചീത്തയായി പോകും, അതുകൊണ്ട് അനങ്ങാതെ പോകണം. ഹല്ലേലൂയ. അങ്ങനെ വരുന്നവരോട് ഞാൻ പറയും, ആരാധിക്കാൻ വരുന്നേ ആരാധിച്ചിട്ട് പോകണം. എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ സത്യത്തിൽ ആമേൻ ഹൃദയം തുറന്ന് നിന്റെ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആരോഗ്യത്തോടെ നീ എപ്പോ ആരാധിക്കാൻ തുടങ്ങുമോ നിനക്ക് വിരോധമായി ഇട്ടിരിക്കുന്ന ശത്രുവിന്റെ അടിസ്ഥാനം ഇളകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആരാധനയ്ക്ക് ശത്രുവിന്റെ അടിസ്ഥാനത്തെ ഇളക്കാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആരാധിക്കുന്നവന് വിരോധമായി ശത്രുവിന് അവനെ പൂട്ടുണ്ടാക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ പോലും പൂട്ടാൻ ശത്രുവിന് പറ്റും, പക്ഷെ ആരാധിക്കുന്നവനെ പൂട്ടാൻ പറ്റത്തില്ല. അഭിഷേകം ഇറങ്ങുന്നവനെ പൂട്ടാൻ പിശാചിന് പറ്റത്തില്ല. നിങ്ങളെന്നെ അംഗീകരിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് 99 100% സത്യമാണ്, ഉള്ള കാര്യമാണ്. പത്രോസ് ശിഷ്യന്മാരൊക്കെ 2 പ്രാവശ്യം ഇവർക്ക് കാരാഗൃഹത്തിനകത്ത് കിടന്നു. ഇവർക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. പ്രാർത്ഥന കേട്ടപ്പോ മേളിൽ നിന്ന് സ്വർഗം പറയട്ടെ, ആമേൻ, ഒരാളിങ്ങ് പോരെ. ഹല്ലേലൂയ. ആമേൻ, അവരെ കാരാഗൃഹത്തിനകത്തിട്ടേക്ക് ചെന്ന് പുറത്തെടുത്തോണ്ട് വാ. ദൂതം വന്നു. ഹല്ലേലൂയ. ഡോറ് തുറന്നു. ആമേൻ. പൂട്ട് പൊളിച്ചു. ഹല്ലേലൂയ. ഇവരെ പുറത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, പൊക്കോ, ബാക്കി ശുശ്രൂഷ ചെയ്തോ. ഹല്ലേലൂയ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അവർ വേറെ പൂട്ടും താക്കോലും ഉണ്ടാക്കി ആ കാരാഗൃഹത്തെ വീണ്ടും റെഡിയാക്കി. ഹല്ലേലൂയ. പിറ്റാം പ്രാവശ്യം പത്രോസിനെ പിടിച്ച് അതേ കാരാഗൃഹത്തിനകത്തിട്ടു. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടപ്പോൾ സ്വർഗം പറഞ്ഞു, അടുത്തയാൾ വാ. ഹല്ലേലൂയ. ഇറങ്ങി വന്നു. പത്രോസ് ഉറങ്ങി കിടക്കുക. തോളെ തട്ടി എഴുന്നേക്ക് വാ, പോവാ. പിടിച്ചോണ്ട് വന്നു. ഹല്ലേലൂയ. ആമേൻ. പട്ടണവാതിലിന്റെ പുറത്ത് നിർത്തി ഇവരോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇദ്ദേഹം ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ ഡോർ തട്ടി ആ ഓർമ്മയുണ്ടല്ലോ. ഇവർ വീണ്ടും അതിന് പൂട്ടുതാക്കലുണ്ടാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞില്ല. ആമേൻ. അടുത്ത പൗലോസ് ശീലാസും ആമേൻ കാരാഗൃഹത്തിനകത്തോട്ട് എന്ന് ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനേ അകത്ത് കിടക്കുന്ന അഭിഷേകം ഒന്ന് തിളച്ചോണ്ട് കിടക്കുക. ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങാൻ വയ്യ. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ. ശരീരത്തിന്റെ ബലഹീനത വകവയ്ക്കാതെ അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വചനം പറയുന്നു, ആരാധന ശക്തിപ്പെട്ടപ്പോ തടവുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. സകല ശ്രദ്ധയും ആരാധനക്കകത്തായപ്പോ ഇവിടെ നിന്ന് ധൂപവർഗം പോലെ ആരാധന മുകളിലേക്ക് ഉയർന്നു. അവൻ സ്വർഗം തുറന്ന് ആരാധന സ്വീകരിപ്പാൻ സ്വർഗത്തിന്റെ ഉടയവൻ, സകലത്തിന്റെ ഉടയവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. വരുന്ന സമയത്ത് വചനം പറയുന്നു, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകളൊക്കെ തുറന്നുപോയി, ചങ്ങലകളൊക്കെ അഴിഞ്ഞു വീണു. ഞാനൊരു കാര്യം പറയാ, പ്രാർത്ഥിക്കുന്നവരെ പൂട്ടി
എന്റെ ചിന്ത പിന്നെ ആ കാരാഗ്രഹം അവർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകത്തില്ല. ഹല്ലേലൂയ. കാരണം അടിസ്ഥാനം ഇളകിന്ന ഈ നിൽക്കുന്ന ഡോറുണ്ടല്ലോ, നെടുകെ പിളന്ന് ഈ താഴത്തെ ബേസ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോയാ പിന്നെ ഈ കട്ടളക്കകത്തോട്ട് ഒരു ഡോർ വെച്ചായിരിക്കുമോ? ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ആരാധിക്കുന്നതിൻ്റെ ബന്ധനം പൊളിയുമ്പോൾ ഇതുപോലെ പൊളിയും. നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയോ? ആമേൻ. ആരാധിക്കുന്നവർക്ക് വിടുതലുണ്ട്, സ്ഥിരത. നിങ്ങൾ പറയും സിസ്റ്ററെ, അയ്യോ ഒരു ബന്ധനം അഴിച്ചപ്പോൾ അടുത്ത ബന്ധനം വരുന്നു, ഒരു പ്രശ്നം മാറിയപ്പോൾ അടുത്ത പ്രശ്നം വരുന്നു. വരട്ടെന്നേ. ഇന്ന് 10,000 രൂപയ്ക്ക് ചെയ്തയാൾ നാളെ 1,00,000 രൂപയ്ക്ക് ചെയ്യും, അടുത്ത ദിവസം കഴിയും 10,00,000 രൂപ. അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ? നിങ്ങളൊന്ന് അവനൊന്ന് കുടഞ്ഞങ്ങ് എഴുന്നേൽക്കുമ്പോൾ അല്ലെ അടിസ്ഥാനം വരെ അവൻ ഇങ്ങനെ കിടുകിട വിറയ്ക്കുക. ഇരിക്കുന്ന മന്ത്രവാദിയുടെ അവൻ മന്ത്ര തട്ടുകളെ പോലും തകർക്കുക. നിങ്ങളുടെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പറയും സിസ്റ്റർ എന്നെ ഒതുക്കിയത് ആഭിചാരം. അഭിഷേകം ഉള്ളിലുണ്ടോ? ഏത് ആഭിചാരം ഒതുക്കാനാ? ആരാധിക്കാൻ അറിയാവോ? അഭിഷേകം പ്രാപിച്ച ഒരു ദൈവപതിനോട് ഞാൻ പറയുക, നിങ്ങൾക്ക് മണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലേലും കുഴപ്പമില്ല. ചില പ്രതിസന്ധി വരുമ്പോ ചുമ്മാ കട്ടേലൊന്ന് നവർന്ന് കിടന്നിട്ട് അവൻ ഹൃദയത്തിനകത്തുനിന്ന് സ്തോത്രം പറഞ്ഞാ മതി. 10ാമത്തെ മിനിറ്റ് നിങ്ങൾ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കും. അതിന് മനസ്സുണ്ടായാൽ മതി, അതിന് മനസ്സുണ്ടായാൽ മതി. ഇതേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാര കാര്യം. നിങ്ങൾ പറയും സിസ്റ്റർ സിമ്പിളായി പറഞ്ഞു പോകുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് എക്സ്പീരിയൻസിലൂടെ ആമേൻ 100% സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചില പറയും സിസ്റ്ററെ ഒട്ടും വയ്യ കേട്ടോ, തീരെ പ്രശ്നമാ, തീരെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല, വാ തുറക്കാം. ഞാൻ പറയും വാ തുറക്കണ്ട, കിടന്നോ, ചുമ്മാ കട്ടിലിങ്ങനെ നിവർന്ന് കിടക്ക്, കയ്യും കാലും നിവർത്തി വെച്ച് കിടക്ക്. എന്നിട്ട് ഹൃദയത്തിനകത്തുനിന്ന് സ്തോത്രം ഒന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ, കാരണം അഭിഷേകമുള്ളവനെ ഒതുക്കാൻ, അവൻ്റെ ഉള്ളി സ്വർഗം പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഒതുക്കാൻ ശത്രുവിന് പറ്റത്തില്ല. തിരിച്ചറിവുള്ളവരുണ്ടോ നീ ലോകത്തെ ജയിക്കാം. തിരിച്ചറിവുള്ളവരുണ്ടോ നിന്റെ സമാധാനത്തെ കെടുത്താൻ, നിന്റെ ആരോഗ്യത്തെ കെടുത്താൻ, നിന്റെ സന്തോഷത്തെ കെടുത്താൻ പിശാചിന് ആമേൻ ഹല്ലേലൂയ ആമേൻ പിശാചിന് കഴിയത്തില്ല. അതാ ഇന്ന് ഞാൻ പറഞ്ഞേ, അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത്, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ സ്ഥിരത കാണിക്കുന്നുവെങ്കിൽ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. എൻ്റെ ചോദ്യം, സ്ഥിരതയുള്ളവരായി 2024 കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ചിലതിനെ കീഴടക്കാൻ ശക്തിയുള്ളവർ ഇതിനകത്ത് എഴുന്നേൽക്കും. നിങ്ങൾ പറയുമായിരിക്കും ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങളാ സിസ്റ്റേ. ആമേൻ. അതിനെ ശ്രദ്ധിക്കേണ്ട, വിട്ടുകളഞ്ഞേക്ക്. എന്നിട്ട് പറയാ, എൻ്റെ ആശ്രയം ക്രിസ്തുവില. എന്നെ വിളിച്ചവൻ നിസ്സാരക്കാരനല്ല. ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ ഉളവാക്കിയവൻ, ഇല്ലായ്മ കൊണ്ട് സകലത്തെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ളവനെയാ ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പ്രശ്നങ്ങൾ, ഇന്നത്തെ പ്രതിസന്ധികൾ എന്നെ തകർക്കുവാൻ തക്കവണ്ണം വരുന്ന ഒരാവിചാരത്തിന്റെ മണ്ഡലങ്ങൾ ഞാൻ കുലുങ്ങി പോകത്തില്ല. എനിക്ക് വേണ്ടി ഒരുവനുണ്ട്. ഹല്ലേലൂയ. രാത്രികാലം സ്വർഗം നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, സ്ഥിരതയോടെ കർത്താവിനെ സമീപിക്കാൻ, കർത്താവിനുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ നമുക്ക് കഴിയുമോ? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപദന പ്രതികൂലം വരും. പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ചിലപ്പോൾ അധികാരികൾ പോലും എഴുന്നേറ്റെന്ന് വരാം. പക്ഷെ വീണു പോകാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആമേൻ, നന്മകൾ വന്നു കഴിഞ്ഞാൽ ദൈവമുള്ള സ്നേഹത്തിനകത്ത് കോട്ടം വരുമോ? അതോ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്നതിൽ നിങ്ങൾക്ക് സ്ഥിരതയുള്ളവരാകാൻ കഴിയുമോ? ആദ്യ നാളുകൾ നിങ്ങൾ എങ്ങനെ ആരാധന എന്ന് പറയുമ്പോൾ ആർത്തിയോടെ ഓടി വന്നോ? അതേ ആർത്തിയോടെ
ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന, ആമേൻ, ദൈവശക്തി ഇറങ്ങുന്ന ആരാധനയ്ക്കായി, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ആമേൻ ആരാധനയ്ക്കായി ഒരുക്കുന്നവരായി തീരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ പറയും, നിങ്ങൾ സ്ഥിരതയുള്ളവരായി നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ സമാധാനത്തെ കെടുത്തിക്കളയുവാൻ ലോകത്തിലെ ഒരു പ്രശ്നങ്ങൾക്കും കഴിയത്തില്ല. നിങ്ങൾ സ്ഥിരതയുള്ളവരായി നിൽക്കുന്നെങ്കിൽ നിങ്ങളെ തകർത്ത് കളയാൻ സിംഹത്തിന് കഴിയത്തില്ല. നിങ്ങൾ സ്ഥിരതയുള്ളവരായി നിൽക്കുന്നെങ്കിൽ നിങ്ങളെ തകർത്ത് കളയാൻ തീച്ചൂളയ്ക്ക് കഴിയത്തില്ല. നിങ്ങൾ സ്ഥിരതയുള്ളവരായി നിൽക്കുന്നെങ്കിൽ ആമേൻ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ ഒതുക്കുമെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഒതുക്കി പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിങ്ങൾ സ്ഥിരതയുള്ളവരായി നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ആരാധന സ്ഥിരത കാണിക്കുന്നുവെങ്കിൽ ഏത് പിശാച് നിനക്ക് വിരോധമായി എന്ത് തന്ത്രം ഒരുക്കിയാലും നീ അതിൽ കുടുങ്ങി പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രികാലം സ്വർഗത്തിന് ഒറ്റ കാര്യമേ പറയാനുള്ളൂ: സ്ഥിരതയുള്ളവരായി തീരുക. നിങ്ങളുടെ ഹൃദയം കർത്താവിൽ സ്ഥിരതയുള്ളതായിരിക്കട്ടെ. വചനം പറഞ്ഞു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. പ്രശ്നങ്ങളുണ്ടോ? ചഞ്ചലപ്പെടാത്ത ഹൃദയവുമായി നമുക്ക് വേണ്ടി നിൽക്കുന്ന പാറയായ ക്രിസ്തുവിലൊന്ന് ആശ്രയിക്കുക. ഹല്ലേലൂയ. ഏത് സാഹചര്യം വന്നാലും ആരാധനയോട്, ആമേൻ, പ്രാർത്ഥനയോട്, ദൈവത്തോടുള്ള സ്നേഹത്തോട് ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. ലോകത്തിലൊന്നുമായിട്ടും ഞാൻ അതിനെ മിക്സ് ചെയ്യിക്കത്തില്ല. കർത്താവിനോട് ഞാൻ ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞ്, കർത്താവെ, അങ്ങൻ്റെ പാറ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇന്ന് രാത്രികാലം ഞാൻ തീരുമാനത്തോടെ പറയുക, ഏത് പ്രതിസന്ധി വന്നാലും ദൈവത്തെ ആരാധിക്കുന്നതിനെ ഞാൻ മാറ്റിവെക്കത്തില്ല. ഏത് പ്രശ്നം വന്നാലും പ്രാർത്ഥനയെ ഞാൻ മാറ്റിവെക്കത്തില്ല. ഏത് പ്രതികൂലം വന്നാലും എൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തില്ല. പറയാൻ കഴിയുമോ? സ്വർഗം ഇന്ന് രാത്രികാലം അതാ നിങ്ങളോട് ചോദിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകളെ മൂടാം, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് ഒന്നേ നമ്മളോട് ചോദിക്കുന്നുള്ളൂ, സ്ഥിരതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ നമുക്ക് കഴിയുമോ? വചനം പറഞ്ഞു, സ്ഥിരമാനസൻ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ലോകത്തിന് തരാൻ കഴിയാത്തതാ സമാധാനം. ഈ സമാധാനത്തെ നമുക്ക് ഡോക്ടർമാരുടെ അടുക്കൽ നിന്ന് വാങ്ങാൻ കഴിയത്തില്ല. ഈ സമാധാനം കാശ് കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല. ഈ സമാധാനം ഹല്ലേലൂയ, അവൻ ഈ ലോകത്തിൽ മറ്റൊന്നും ആമൻ കൊടുത്ത് നമുക്ക് ഈ സമാധാനം നേടാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുക, കർത്താവുമായുള്ള ബന്ധത്തിനകത്ത് നീ സ്ഥിരതയുള്ള വ്യക്തിയായി നിന്നാൽ, ഏത് കാറ്റ് നിനക്ക് വിരോധമായി ആഞ്ഞടിച്ചാലും, ഏത് പ്രശ്നങ്ങൾ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് നിനക്ക് വിരോധമായി വന്നാലും അതിന് നിന്നെ തകർക്കാൻ കഴിയാതെ വണ്ണം നിനക്ക് ചുറ്റും ഉയർന്നു നിൽക്കുന്ന ഒരുവനുണ്ട്. ആമൻ. ഇന്ന് രാത്രികാലം പറയാൻ പറ്റുമോ, എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിൽ സ്ഥിരമായിരിക്കും, എൻ്റെ ദൈവമായ ബന്ധത്തിനകത്ത് സ്ഥിരമായിരിക്കും, ഞാൻ സ്ഥിരമാനസനായിരിക്കും. സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകുന്നു. എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരു പാറയുണ്ട്. ആ പാറയിൽ ആശ്രയം വെക്കുന്ന വ്യക്തി ഒരു നാളും കുലുങ്ങി പോകത്തില്ല. ഇന്ന് രാത്രികാലം പറയും, കർത്താവേ, എൻ്റെ ഹൃദയം ദൈവത്തിൽ സ്ഥിരമായിരിക്കും. പ്രാർത്ഥനയിൽ ഞാൻ സ്ഥിരപ്പെട്ടിരിക്കുക, ആരാധന ഞാൻ സ്ഥിരപ്പെട്ടിരിക്കുക, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നത് ഞാൻ സ്ഥിരമാനസനായിരിക്കുക. എൻ്റെ പാറയായ കർത്താവേ, അങ്ങയുടെ ആശ്വാസം, അങ്ങയുടെ ബലം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ വിടുതൽ, അങ്ങയുടെ സമാധാനം ഇന്ന് രാത്രികാലം എന്നിലേക്ക് പൂർണ്ണതയോടെ വരട്ടെ.